അപ്പോൾ നമുക്ക് പാറ്റേൺ മേക്കിങ്ങിൻ്റെ കുറച്ച് മെഷർമെൻറ്റ്സ് കാണാം. ഇതിൽ ഞാൻ ചെസ്റ്റ് റൗണ്ട് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത് 36 ആണ്. 36. അപ്പോൾ എനിക്ക് വേണ്ട നമ്പർ ഓഫ് പാനൽസ് 12 ആണ്. സോ 36 ഡിവൈഡ് ബൈ 12 ആണ് നമുക്ക് ഓരോ പാനലിനും നമുക്ക് എന്താ പറയുക ചെസ്റ്റ് റൗണ്ടിൽ എടുക്കേണ്ട മെഷർമെൻറ്റ്. സോ 3. അപ്പോൾ 3 ഇഞ്ചസ് ഉള്ള 12 പാനൽസ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഈ 3 ഇഞ്ച് എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ പോർഷനിലാണ് നമുക്ക് ഈ 3 ഇഞ്ച് വരേണ്ടത്. ഓക്കെ, പിന്നെ ഈ പാനലിങ് താഴോട്ട് പോകുന്നു. ഒരു എ ലൈൻ പോലെ നമ്മൾ പാനൽ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഇവിടെ 3 ഇഞ്ച് ആണെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ റൗണ്ട് വെച്ചിരിക്കുന്നത് ബോട്ടം റൗണ്ടിൽ വരുമ്പോഴേക്കും ഒരു പാനലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. 9 ഇഞ്ച് വന്നു. ഇനി ഈ 3 ഇഞ്ചസ് പ്ലസ് ഞാനൊരു 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ഇടുന്നുണ്ട്. സോ രണ്ട് സൈഡും നമ്മളൊരു 1/2 ഇഞ്ചസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിവിടെ 9 + 1. അപ്പോൾ പാനലിൻ്റെ വിഡ്ത്ത് വരുന്നത് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് എടുക്കുമ്പോൾ ഒരു പാനലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചസും പിന്നെ താഴെ വരുന്നത് ബോട്ടം പോർഷനിൽ വരുന്നത് 10 ഇഞ്ചസുമാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഫുൾ ലെങ്ത് ആണോ വേണ്ടത്, കാഫ് ലെങ്ത് ആണോ, അത് നമ്മൾ അളന്നിട്ട് നമ്മളുടെ ഒരു ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൊടുത്ത ലെങ്ത്ത് വരും. പിന്നെ നമ്മളിത് ഒരു പേപ്പറിലേക്ക് എടുക്കുവാണ്. ഇതിപ്പോൾ പാറ്റേൺ മേക്കിംഗ് ആയതുകൊണ്ട് പേപ്പറിൽ ഞാൻ വരച്ചേക്കുവാണ്. അല്ലെങ്കിൽ നമ്മളിത് ക്ലോത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ട്രേസ് ചെയ്യും, മെഷർമെൻറ്റ് എടുത്ത് നമ്മൾ വരയ്ക്കും. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സപ്പോസ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള മെഷർമെൻറ്റ് 10 ആണെന്നിരിക്കട്ടെ. 10 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു മിഡ് പോയിൻറ്റ് വെച്ചിട്ട് നമ്മൾ താഴെ 4 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്യും. സോ നമുക്കപ്പോൾ ഇങ്ങനൊരു ഷേപ്പിൽ വരും. ഇവിടെ 4 ഇഞ്ച്, ഇവിടെ 10, ഇവിടെ നമുക്ക് 10 ഇഞ്ചസ് വരും. പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ലെങ്ത്ത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ വീതി കൂടിയ ഭാഗം എടുത്തു, ഇവിടെ വീതി താഴെ നമ്മൾ വീതി കുറഞ്ഞ ഭാഗം എടുത്തു. സോ നെക്സ്റ്റ് ലൈൻ വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ഇഞ്ച് എടുക്കും, ഇവിടെ 10 ഇഞ്ച് എടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പാനൽസ് നമ്മളിതുപോലെ നമ്മൾ ക്ലോത്തിൽ നമ്മൾ വരച്ചിട്ട് പിന്നെ നമ്മൾ ഇത് ഓരോ ലൈനിലേക്ക് കൂടി നമ്മൾ കട്ട് ചെയ്യുവാണേ. ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെ ഒരു പാനൽ ഞാൻ എടുത്തു. കട്ട് ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊരു പാനൽ കിട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര പാനൽസ് ആയിരുന്നു വേണ്ടത്? നമുക്കൊരു 12 പാനൽസ് വേണമായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 12 പാനലും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തതിന് ശേഷം ബാക്കി പറയാം. അപ്പോൾ നമ്മൾ പാനൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഇഞ്ചസ് എടുത്തല്ലോ. അപ്പോൾ 3 ഇഞ്ചസ് വരുന്ന പോർഷൻസ് എല്ലാം നമ്മളിതുപോലെ ജോയിൻ ചെയ്യും. നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് വീതം സീം അലവൻസ് അങ്ങനെ പോകും. അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. ബാക്കി നമുക്ക് 3 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്ന് അപ്പോൾ താഴെ ഒരു അംബ്രല ഷേപ്പിൽ ലാസ്റ്റ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫ്രോക്ക് പാർട്ടായിട്ട് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബോഡി പാർട്ടാണ്. ബോഡി പാർട്ടിൽ വരുമ്പോൾ ബോഡി പാർട്ടിൽ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോൾഡർ ടു നമ്മുടെ ആം ഹോൾ വരെയുള്ള ലെങ്ത് എനിക്ക് മതി. സോ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പാനൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഷോൾഡർ ടു ആം ഹോൾ ലെങ്ത് എടുത്താൽ മതി. ഞാൻ സ്ലീവ്ലെസ് ആണ് നമ്മുടെ ഈ ടോപ്പ്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ കാര്യം നോക്കണ്ട, നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുക. പിന്നെ നെക്ക് റൗണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ജ്വൽ നെക്ക് പോലെ ജസ്റ്റ് ചെറുതാക്കി ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി നമുക്ക് താഴേക്ക് ഇറക്കിയിട്ട് ചെയ്യാം. ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇതിന് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ല. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാതെയാണ് ഞാൻ ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു പാനൽ കൊടുത്തുകൊണ്ടിട്ട് വെറുതെ ഒരു എന്താ പറയുക രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെയും 2 കട്ട് ചെയ്ത് നമ്മളുടെ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഞാൻ 2 പാനൽ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നില്ല. ഷോൾഡർ ജോയിൻ ചെയ്യാതെ ഷോൾഡർ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ക്ലോത്ത് 2 ആക്കി ഇതുപോലെ മടക്കിയിട്ട് നമ്മളതിന് പാറ്റേൺ എടുത്തിട്ട് ഇവിടെ 2 ജോയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ 2 സൈഡിലും. എന്നിട്ട് ഈ ജോയിൻറ്റിൻ്റെ അവിടെയാണ് നമ്മൾ ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാ ഈ പണിക്ക് പോയെന്ന്. തുണി തികയത്തില്ലായിരുന്നു. സോ അതുകൊണ്ട് മാത്രം ഞാൻ ഈ പണി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു പാറ്റേൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു. കാരണം നമ്മൾ മീൻസ് ഞാൻ ഒത്തിരി തുണികൾ ഞാൻ പർച്ചേസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കൃത്യ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് മാത്രമേ ഞാൻ തുണി പർച്ചേസ് ചെയ്യാറുള്ളൂ. തയ്ക്കുന്ന ആൾ ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എനിക്ക് കൃത്യം തയ്ക്കാനുള്ള തുണി ഉണ്ടാവും. അതേസമയം നമ്മളൊരു ടൈലറിംഗ് ഷോപ്പിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. അത്യാവശ്യം തുണി കൂടുതൽ വെട്ടിയിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തുണി എടുത്തുകൊണ്ടേ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണത് തയ്യലിൻ്റെ ഒരു രീതി. സോ എന്തായാലും ഇപ്പോൾ എനിക്ക് തുണി തയ്ക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഞാനപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവിടെ 2 എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിത് നമ്മളുടെ ബോഡി പാർട്ട്, പിന്നെ ഇതാണ് നമ്മളുടെ ഓരോ പാനലും. അപ്പോൾ ഈ ഓരോ പാനലും നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ വയ്ക്കും. നമ്മുടെ ബോഡി പാർട്ട് ഇതിങ്ങനെ ഇരുന്നോളൂ. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് ആദ്യം നമ്മൾ പാനൽ എല്ലാം സ്റ്റിച്ച് ചെയ്യും കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് അതൊരു ഫ്രോക്ക് പാർട്ട് ആക്കിയിട്ട് ആ ഫ്രോക്ക് പാർട്ടാണ് നമ്മൾ പിന്നെ ഈ ബോഡി പാർട്ടിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. 1 2 3 4 5 6 കറക്റ്റായിരുന്നു കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ പറഞ്ഞു എംബ്രോയ്ഡറി ചെയ്തു എന്ന് പറഞ്ഞു. എംബ്രോയ്ഡറി ചെയ്തപ്പോൾ ലുക്ക് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തു. പിന്നെ ഇത് ഞാൻ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഓപ്പണിംഗ് ഇല്ലെങ്കിലും നമുക്കിത് കുഴപ്പമില്ല, അത്യാവശ്യം വട്ടമുള്ള നെക്കാണ്, വലിയ കുഴപ്പമില്ലാതെ നമ്മൾ കയറിക്കോളും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് നേരത്തെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, ബീഡ് വർക്കും സീക്വൻസും. സീക്വൻസ് പിന്നെ ചെയ്തെന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഡാർക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒരു റോസിൻ്റെ കുറച്ച് സ്റ്റിച്ചസാണ്. ഇവിടെയാണ് ആ ജോയിൻറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിൽ നോക്കുമ്പോൾ കൃത്യം ക്ലിയർ ആവും കേട്ടോ. ഷോൾഡറിൽ അപ്പോൾ നമുക്ക് വേറെ വെട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഷോൾഡർ ജസ്റ്റ് ഒരു തുണി മറിച്ചിട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് കുറച്ച് ലേസി ഡേസിയുടെ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ലേസി ഡേസി സ്റ്റിച്ചാണ്, ബുള്ളിയൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ നടുക്കൊരു എംബ്രോയ്ഡറി, പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും 2 ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി. പിന്നെ നമ്മൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റിച്ച് മറ്റേ ഫെദർ സ്റ്റിച്ച്. ഇതില്ലാണ്ട് ഞാൻ സാധാരണ വർക്ക് ചെയ്യാറില്ല, കാരണം വളരെ ഈസിയാണ്, കാണാനും നല്ല ഭംഗിയാണ്. സോ നമ്മുടെ ഫെദർ സ്റ്റിച്ച്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാനൽസ് വന്നിട്ട് പിന്നെ താഴെ വെറുതെ ജസ്റ്റ് നമ്മൾ മെഷീനിൽ കൂടി ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, വെറുതെ അടിച്ചു വിട്ടേക്കുണ്ട്. 2 സൈഡിലും ബ്ലൂ കളറിലെ ത്രെഡ് വെച്ച് ജസ്റ്റ് 2 ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ മേക്കിങ്ങും ഡീറ്റെയിൽസും. താങ്ക് യു.